നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്ന കാര്യത്തെപ്പറ്റി പറയാം. ഓക്കെ ഓക്കെ എന്താ എഴുതി വെച്ചേക്കുന്നത്? വാട്ട് ഈസ് യുവർ നെയിം. നമ്മൾ ഒരാൾ കാണുമ്പോൾ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്മൾ ആദ്യം സംസാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേരെന്താണ്. വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ പേരെന്താകുന്നു. അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് എങ്ങനെയാ? വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, എന്ത് ആകുന്നു. യുവർ എന്ന് പറഞ്ഞാൽ അറിയോ? നിങ്ങളുടെ. എന്ത് ആകുന്നു നിങ്ങളുടെ. നെയിം എന്ന് പറഞ്ഞാല് പേര്. കണ്ടോ? നിങ്ങളുടെ പേര് എന്താകുന്നു. മലയാളത്തിൽ നോക്ക്, നിങ്ങളുടെ പേര് എന്താകുന്നു. അത് ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോ നേരെ തിരിച്ച് എന്താകുന്നു. വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേര്. അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചാണ് കിടക്കുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേര് എന്താകുന്നു. നോക്ക്, വാട്ട് ഈസ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു, യുവർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര്. ഇംഗ്ലീഷിൽ നേരെ തിരിഞ്ഞു വന്നു. ഓക്കെ, മനസ്സിലായോ? ഇംഗ്ലീഷിൽ നമ്മൾ ചോദ്യം ചോദിക്കണമെങ്കിൽ, സാധാരണ ഇതിലൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആദ്യം എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. വാട്ട്, എന്താണ്, ഇല്ല ഏതാണ്, എപ്പോഴാണ്. ആ ചോദ്യത്തിന്റെ വാക്ക് നമ്മൾ ആദ്യം എഴുതണം. മനസ്സിലായോ? ഫസ്റ്റ് വാട്ട് എഴുതി. പിന്നെ നോക്ക്, ആകുന്നു എന്നുള്ളത് ഈസ്, ആയോ, ഈസ്, അതെഴുതി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ എഴുതുന്നത്. നോക്ക്, അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം. നിങ്ങളുടെ ഫാദേഴ്സ്, അച്ഛന്റെ, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ്. വാട്ട്സ് യുവർ മദേഴ്സ് നെയിം, നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്. വാട്ട്സ് യുവർ ഹസ്ബൻഡ്സ് നെയിം, നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണ്. വാട്ട്സ് യുവർ ക്ലാസ് ടീച്ചേഴ്സ് നെയിം, ടീച്ചറിന്റെ പേരെന്താണ്. വാട്ട്സ് യുവർ അങ്കിൾസ് നെയിം, നിങ്ങളുടെ മാമന്റെ പേരെന്താണ്. വാട്ട്സ് യുവർ ബ്രദേഴ്സ് നെയിം, നിങ്ങളുടെ സഹോദരന്റെ പേരെന്താണ്. വാട്ട്സ് യുവർ സിസ്റ്റേഴ്സ് നെയിം. അങ്ങനെ നമുക്ക് പേര് ഇങ്ങനെ ചോദിക്കത്തില്ലേ. വാട്ട്സ് യുവർ നെയിം പഠിച്ചോ, എന്താണ് നിങ്ങളുടെ പേര്. വാട്ട്സ് യുവർ കാറ്റ്സ് നെയിം, നിങ്ങളുടെ പൂച്ചയുടെ പേരെന്താ. വാട്ട്സ് യുവർ ഡോഗ്സ് നെയിം, നിങ്ങളുടെ പട്ടിക്കുട്ടിയുടെ പേര് എന്താണ്. അതെല്ലാം പേര്. നമുക്ക് ആൻസർ എന്ത് പറയാം? വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? വാട്ട്സ് യുവർ നെയിം? കൃഷ്ണ അല്ലേ. ഈ വാട്ട്സ് യുവർ നെയിമില് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പറയുന്നത് ഈ നെയിമിനെ പറ്റിയാണ്. നെയിം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നെയിം പറയാം? മോന്റെ പേരെന്താ? യദു അല്ലേ. മോന്റെ ഫ്രണ്ട്സിന്റെ പേരെന്താ? പറ പറ. ഫ്രണ്ട്സിന്റെ പേര് അഖില, അരുൺ, പിന്നെന്താ അതുൽ, സൂര്യദേവ്, പിന്നെ അങ്ങനെ കുറെ പേരുകളില്ലേ. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ. പേഴ്സൺസ്, ആളുകൾക്ക് പേഴ്സൺസ്, ആളുകളുടെ പേരുകൾ. അനിമൽസ്, മൃഗങ്ങളുടെ പേരില്ലേ. പട്ടി, പൂച്ച, ഡോഗ്, കാറ്റ്, ഹോഴ്സ്. അതുപോലെ പ്ലാന്റ്സിന്റെ ഒക്കെ പേര് അല്ലേ. അതുപോലെ തിങ്സ്, ഓരോ സാധനങ്ങളുടെ പേരുകൾ അല്ലേ. എല്ലാം പേരല്ലേ. ആളുകളുടെ പേരുണ്ട്, സാധനങ്ങളുടെ പേരുണ്ട്, അനിമൽസിന്റെ പേരുണ്ട്. പിന്നെ നമ്മുടെ ഐഡിയാസ്, ബുദ്ധി, ഓർമ്മ, സ്നേഹം, അങ്ങനെ അതെല്ലാം ഓരോ പേരല്ലേ. ഓരോ ഫീലിങ്സിന്റെ പേര് അല്ലേ. അതുപോലെ മൈക്രോ ഓർഗാനിസം, ചെറിയ ചെറിയ ജീവികളുടെ പേര്. ഇങ്ങനെയുള്ള എല്ലാ പേരുകൾക്കും കൂടി ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്തെന്നാണ് അറിയോ? ഓക്കെ. മൊത്തത്തില് എല്ലാ പേരുകളും എന്തിന്റെ പേരാണെങ്കിലും ആ പേരിനെ കുറിക്കുന്ന വാക്കാണ് നൗൺ. മനസ്സിലായോ? ഓക്കെ ആണോ?
എന്താ എഴുതിയിരിക്കുന്നത്? BOY ബോയ്. ബോയ് എന്ന് പറഞ്ഞാൽ എന്താ? ആൺകുട്ടി അല്ലേ? ആൺകുട്ടി എന്ന് പറഞ്ഞ ഒരു പേരല്ലേ അല്ലേ? ഗേൾ പെൺകുട്ടി ഒരു പേരല്ലേ? സ്റ്റുഡന്റ് പേരല്ലേ? വിദ്യാർത്ഥി അല്ലേ? ടീച്ചർ പേരല്ലേ? ഫാദർ ഒരു പേരല്ലേ? ഡോക്ടർ ഒരു പേരല്ലേ? ഇങ്ങനെ ഇതെല്ലാം അപ്പൊ എന്താണ്? ഇതെല്ലാം പേരുകളാണ് അല്ലേ? ബോയ് എന്ന് പറഞ്ഞ പേരല്ലേ? ആൺകുട്ടികളുടെ പേരല്ലേ? ഗേൾ എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരല്ലേ അല്ലേ? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാല് കുട്ടികളുടെ പേരല്ലേ? ഫാദർ എന്ന് പറഞ്ഞാല് അച്ഛൻ അല്ലേ? ഒരു പേരല്ലേ അത്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പേരല്ലേ? കാറ്റ് ഒരു പേരല്ലേ? ഒരു ജീവിന്റെ പേരല്ലേ? ഡോഗ് അതൊരു പേരല്ലേ? ബുക്ക് പേരല്ലേ? ലവ് അതൊരു പേരല്ലേ? അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ പേരിനും കൂടെ കൂടിയിട്ട് മലയാളത്തിൽ പറയുന്ന പേരാണ്. ഇങ്ങനെയുള്ള എല്ലാ പേരിനും കൂടെ പറയുന്ന പേരാണ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഈ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ബോയ് ഒരാളുടെ മാത്രം പേരാണോ? ഒരു വിഭാഗത്തിന്റെ ആൺകുട്ടികൾ അല്ലെ? ആൺകുട്ടി ആൺകുട്ടി എന്ന് പറഞ്ഞാല് മൊത്തത്തില് ഒരു വിഭാഗത്തിനെ മാത്രമായിട്ട് പറയുന്ന പേരാണ് ബോയ് അല്ലെ? അതുപോലെ തന്നെയാണ് ഗേൾ പെൺകുട്ടി. കുറച്ച് ഒരു ഒരു കൂട്ടരെ ഒരു കൂട്ടത്തിനെ ഉദ്ദേശിച്ച് പറയുന്നത്, കുറെ പെൺകുട്ടികളെ ഉദ്ദേശിച്ച് പറയുന്നതാണ് ഗേൾ അല്ലെ? ഇനി സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി അല്ലെ? വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന എല്ലാവരും കൂടെ ഒരു കൂട്ടമായിട്ട് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്റ്റുഡന്റ്. പഠിപ്പിക്കുന്നവരെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ടീച്ചർ അല്ലേ? പിന്നെ നമ്മുടെ അച്ഛന്മാര് കോമൺ ആയിട്ട് പറയുന്നതാണ് ഫാദർ. നമ്മളെ ചികിത്സിക്കുന്നവരെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഡോക്ടർ. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ഒരു ജീവിക്ക്, ആ ഒരു തരം ജീവിക്ക് പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കാറ്റ്. നമ്മൾ വായിക്കുന്ന എഴുതുന്ന ബുക്കിന് കോമൺ ആയിട്ട് പറയുന്നതാണ് ബുക്ക് എന്ന പേര് അല്ലേ? ഈ ഒരു പേരിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇതെല്ലാം കോമൺ ആയിട്ട് പറയുന്നത് ഒരു വിഭാഗത്തിനെ കാണിച്ചിട്ട് അല്ലേ? പെൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാനും വരയ്ക്കാനും ഉപയോഗിക്കുന്ന ആ സാധനത്തിന് നമ്മൾ പൊതുവായി കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പെൻസിൽ. അപ്പൊ ഇതെല്ലാം എങ്ങനെ പറയുന്ന പേരുകളാണ്? കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. കോമൺ ആയിട്ട് പറയുന്ന എന്താണ്? കോമൺ ആയിട്ട് പറയുന്ന നൗൺ ആണ്. പേര് നമ്മള് ഈ പേരിന് എല്ലാത്തിനും കൂടി കൂടിയിട്ട് നൗൺ എന്ന് പറഞ്ഞില്ലേ? കോമൺ ആയിട്ട് പറയുന്ന നൗണുകളാണ് ഇതെല്ലാം അല്ലേ? അപ്പൊ കോമൺ ആയിട്ട് പറയുന്ന നൗൺ എന്ന് പറഞ്ഞാല് കോമൺ നൗൺ. ഓക്കെ, എന്തൊക്കെയാ കോമൺ നൗൺ? ബോയ് എന്നുള്ള കോമൺ നൗൺ അല്ലേ? ഫ്രൂട്ട്സ്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് പഴങ്ങൾ. കോമൺ ആയിട്ട് അതിനെല്ലാത്തിനും പറയുന്നതല്ലേ? വെജിറ്റബിൾസ് കോമൺ ആയിട്ട് പറയുന്നല്ലേ? പ്ലാന്റ്സ് കോമൺ ആയിട്ട് പറയുന്നല്ലേ? അനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, ഇതെല്ലാം കോമൺ ആയിട്ട് പറയുന്നതാണ് അല്ലേ? ഇങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന പേരുകളെ പറയുന്ന പേരാണ് കോമൺ നൗൺ. ഓക്കെ, ഇതെല്ലാം എന്താണ്? കോമൺ നൗൺസ് ആണ് അല്ലേ? ഈ കോമൺ നൗണിന് ഒരു പ്രത്യേകതയുണ്ട്. നോക്ക്, എന്താ? ബോയ് ആദ്യത്തെ ഒരു നൗൺ ഉണ്ടോ? ബോയ്ക്ക് എന്താ? നമുക്ക് വേണമെങ്കിൽ അതിനെ സിംഗിൾ ആയിട്ട് പറയാം. സിംഗിൾ ആയിട്ട് പറയുമ്പോ ബോയ് എന്ന് പറയത്തില്ലേ? ഒരാൾ, ഒരു ബോയ്, ഒരാൺകുട്ടി അല്ലേ? സിംഗിൾ ആയിട്ട് പറയാം. പിന്നെ നോക്കിയോ, BOYS ബോയ്സ്. ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഒന്നിലധികം, ഒന്നിൽ കൂടുതൽ. പ്ലസ് ആയിട്ട്, പ്ലൂ ആയിട്ട്, പ്ലസ് ആയിട്ട്
അതായത് ഒന്നിനോട് പ്ലസ് ആയിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ. ഇപ്പൊ 2ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ പ്ലസ് ആയിട്ട് പറയാം, പ്ലസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ പ്ലൂ ആയിട്ട് പറയാം. ഇങ്ങനെയുള്ളതിനാണ് സിംഗിൾ ആയിട്ട് പറയുന്നതിനെ സിംഗുലർ എന്ന് പറയാം. പ്ലസ് ആയിട്ട് ഒന്നിലധികം ഉള്ളതിനെ നമുക്ക് ഈ കോമൺ നൗൺ അല്ല അങ്ങനെ പറയത്തില്ലേ. കുറെ ആൺകുട്ടി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. അതിന് നമ്മള് ഒരാളെ മാത്രം ഒറ്റയ്ക്ക് വേണേ പറയത്തില്ലേ, എ ബോയ് എന്ന് പറയാം, ഒരു ആൺകുട്ടി. അത് ഒന്നിൽ കൂടുതലുണ്ടെന്ന് നമുക്ക് എന്ത് പറയാം, ബോയ്സ് എന്നും പറയാം. ഒന്നുള്ളതിനെ സിംഗിൾ ആയിട്ടുള്ളതിന് നമ്മൾ എന്താ പറയുന്നേ, സിംഗുലർ അല്ലേ. ഒന്നിലധികം ഉള്ളതിനെയോ പ്ലസ്, പ്ലൂറൽ അല്ലേ. ഒന്നിൽ കൂടുതൽ പ്ലസ് 1, ഒന്നിനേക്കാളും കൂടുതലുള്ളതിനെ പ്ലൂറൽ എന്ന് പറയും. മനസ്സിലായോ? ഈ കോമൺ ആയിട്ടുള്ള പേരുകളിലെല്ലാം എന്തുണ്ട്, സിംഗിളും ഉണ്ട്, പ്ലസ് ആയ പ്ലൂറലും ഉണ്ട്. അത് ഒന്നുണ്ട്, ഒന്നിലധികവും ഉണ്ട്. നോക്കി, ഗേൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ മൊത്തത്തില് പെൺകുട്ടികളെ പറയുന്നല്ലേ ഗേളിന്. അതില് ഒരു കുട്ടീനെ മാത്രം ഉദ്ദേശിച്ച് നമുക്ക് എങ്ങനെ പറയാം, ഏ ഗേൾ പറയത്തില്ലേ. ആ പെൺകുട്ടി എന്ന വിഭാഗത്തിലെ ഒരു കുട്ടീനെ മാത്രം ഉദ്ദേശിച്ച് ഏ ഗേളിന് പറയാം. ഇനി അത് നമുക്ക് ഒന്നിലധികമായിട്ട് പറയത്തില്ലേ, ഗേൾസ്. ഒരു ഇട്ടപ്പോ ഒന്നിലധികമായി അല്ലേ. ഒരു കുട്ടി, ഒന്നിലധികം കുട്ടി. നമുക്ക് സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. സ്റ്റുഡന്റ് വിദ്യാർത്ഥികൾ മൊത്തത്തില് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്റ്റുഡന്റ്. ഈ കോമൺ ആയിട്ടുള്ളതിൽ ഒരെണ്ണത്തിനെ മാത്രം നമുക്ക് വേണേ എടുത്ത് പറയത്തില്ലേ. ഒരെണ്ണത്തിനെ എങ്ങനെ എടുത്ത് പറയാം, സ്റ്റുഡന്റ്. ഒന്നിലധികം ഉണ്ടെങ്കിലോ നമുക്ക് എന്ത് പറയാം, സ്റ്റുഡൻസ് അല്ലേ. ടീച്ചർ, ഈ ടീച്ചറിനെ വേണം നമുക്ക് എങ്ങനെ പറയാം, ഒരു ടീച്ചറിനെ മാത്രമായിട്ട് എങ്ങനെ പറയാം, എ ടീച്ചർ. ഒന്നിലധികം ടീച്ചേഴ്സ് ഉണ്ടെങ്കിലോ ടീച്ചേഴ്സ് എന്ന് പറയാം. ശരിയല്ലേ. ഫാദർ, എ ഫാദർ, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരച്ഛൻ അല്ലേ. ഇനി ഒന്നിലധികം അച്ഛന്മാരുണ്ടെങ്കിലോ വന്നിട്ടുണ്ടെങ്കിലോ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരില്ലേ, ഫാദേഴ്സ് അല്ലേ. ഡോക്ടർ, ഈ ഡോക്ടറെ തന്നെ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമാണ് അല്ലേ. അതില് ഒരു ഡോക്ടറെ മാത്രം കാണിക്കണമെങ്കിൽ എ ഡോക്ടർ എന്ന് പറയാം അല്ലേ. കൂടുതൽ ഡോക്ടർ ഉണ്ടെങ്കിലോ ഡോക്ടേഴ്സ് അല്ലേ. അടുത്തത് ക്യാറ്റ് എന്ന് പറഞ്ഞ ജീവിയാണ്. മൊത്തത്തില് ആ ജീവിക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ക്യാറ്റ് അല്ലേ. ക്യാറ്റ്. അതിന് നമ്മൾ വേണമെങ്കിൽ എ ക്യാറ്റ് എന്ന് പറയത്തില്ലേ, ഒരു ക്യാറ്റിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് അല്ലേ. ഈ കോമൺ ആയിട്ടുള്ള പേരുകളുടെ പ്രത്യേകത എന്താ, നമുക്ക് ഒരെണ്ണമായിട്ടും പറയാം, ഇല്ലെങ്കിൽ ഒന്നിലധികം ആയിട്ടും പറയാം. അതാണ് ക്യാറ്റ്സ്. ബുക്ക് എന്ന് പറഞ്ഞാല് ഒരു ബുക്കിനെ മാത്രം ഉദ്ദേശിച്ച് നമുക്ക് എ ബുക്ക് എന്ന് പറയത്തില്ലേ. ഒന്നിലധികം ബുക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം, ബുക്സ്. ഒരെണ്ണം മാത്രമുള്ള നമ്മൾ എന്ത് പറയും, സിംഗിൾ അല്ലെങ്കിൽ സിംഗുലർ അല്ലേ. ഒന്നിലധികം ഉണ്ടെങ്കിലോ പ്ലസ്, പ്ലൂറൽ. സിംഗുലറും പ്ലൂറലും മനസ്സിലായോ. സിംഗുലർ എന്ന് പറഞ്ഞാല് ഒന്നുള്ളതിനെ, ഒന്നിലധികം ഉള്ളതിനെ പ്ലൂറലിന് പറയാം. മനസ്സിലായോ. ഓക്കെ, ബോയ്. ഇതെന്ത് പേരാണ്, കോമൺ ആയിട്ടുള്ള നൗണാണ്, കോമൺ ആയിട്ടുള്ള പേരാണ് ബോയ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു ബോയിന്റെ പേര് പറയൂ. അനന്തു ഒരു ബോയ് അല്ലേ. ഈ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ. അനന്തു എന്നുള്ളത് നമുക്ക് ബോയ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. കോമൺ ആയിട്ട് ഒരു വിഭാഗത്തിന്റെ പേരാണ് ബോയ്. അതില് ഒരു കുട്ടീനെ മാത്രം, ആ ബോയില് ഒരു കുട്ടീനെ മാത്രം നമ്മള് പ്രത്യേകം, ആ കുട്ടിക്ക് മാത്രമുള്ള പേരാണ് എന്ത്, അനന്തു. ആ കുട്ടി അനന്തു എന്നുള്ളത് ആ കുട്ടീന്റെ മാത്രം പേരാണ്, ആ കുട്ടീന്റെ സ്വന്തം പേരാണ്. മനസ്സിലായോ. അതായത് ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള പേരെന്താ, കുറെ ബോയ്സിൽ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള പേരെന്താണ്, അനന്ത്. ഒരു ഗേൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് അല്ലേ. ആ ഒരു ഗേളിന്റെ പേര് പറ.
നിയ എന്ന് പറഞ്ഞൊരു കുട്ടി. അത് ആ കുട്ടിയുടെ മാത്രം പേരാണ്. ആ ഒരു കുട്ടിക്ക് കൃത്യമായിട്ടുള്ള പേരാണ്. അതേ പേരിൽ വേറെ കുട്ടികളുണ്ടാവും, അവർക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന പേരാണ് നിയ. മനസ്സിലായോ? സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന്റെ പേര് പറ. രാജു ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഈ കുറെ സ്റ്റുഡന്റ് ഉള്ളതിലെ ആ ഒരു സ്റ്റുഡന്റിന്റെ മാത്രം പ്രത്യേകമായ പ്രോപ്പറായ പേരാണ് എന്ത്? രാജു. ടീച്ചർ. കുറെ ടീച്ചേഴ്സ് ഇല്ലേ? അതിലൊരു ടീച്ചർക്ക് മാത്രം നമ്മൾ പ്രത്യേകമായ ഒരു പേര് പറയുകയാണെങ്കിൽ, ഒരു ടീച്ചറുടെ പേര് പറഞ്ഞ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ പേര് രമ്യ ടീച്ചർ അല്ലേ? രമ്യ. ആ ടീച്ചറിന്റെ മാത്രം, ആ ഒരു കുറെ ടീച്ചേഴ്സ് ഉള്ളതിൽ ആ ടീച്ചറിന്റെ പേരാണ്, ആ ടീച്ചറിന്റെ സ്വന്തമായിട്ടുള്ള പേരാണ് രമ്യ. പ്രോപ്പറായിട്ടുള്ള പേരാണ് രമ്യ അല്ലേ? ഡോക്ടറുടെ പേര് പറയൂ. ഡോക്ടർ രതീഷ്. കുറെ ഡോക്ടേഴ്സ് ഉള്ളതില്ല, ആ ഡോക്ടർക്ക് മാത്രം, ആ ഡോക്ടറെ പ്രോപ്പറായിട്ടുള്ള പേരാണ് രതീഷ്. ക്യാറ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന്റെ പേരല്ലേ? കോമൺ ആയിട്ടുള്ള പേരല്ലേ ഇതൊക്കെ? ക്യാറ്റ്. അപ്പൊ നിങ്ങളുടെ പൂച്ചയ്ക്ക് നിങ്ങൾ എന്താ പേരിട്ടെ? റോക്കി. ആ പൂച്ചയ്ക്ക് നിങ്ങൾ ആ ഒരു പ്രത്യേക പൂച്ചയ്ക്ക് മാത്രമായിട്ടുള്ള പേരാണ് റോക്കി. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള പേരാണ് റോക്കി അല്ലേ? ഇങ്ങനെ നമ്മൾ പ്രത്യേകം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഇല്ല ഒരു അനിമലിന് പ്രത്യേകമായിട്ട് പ്രോപ്പറായിട്ടൊരു പേരുണ്ടെങ്കിൽ അതിനെന്ത് നമുക്ക് പറയാം? പ്രോപ്പറായിട്ടുള്ള പേര് എന്ന് പറഞ്ഞാല് പ്രോപ്പറായിട്ടുള്ള നൗണ്. എല്ലാ പേരിനും കൂടെ കൂടിയിട്ട് നമ്മൾ നൗൺ എന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞേ? കോമൺ ആയിട്ട്, പൊതുവായിട്ട്, ഒരു വിഭാഗത്തിന് പൊതുവായിട്ട് പറയുന്ന പേരാണ് കോമൺ നൗൺ. അതില് ഒരു പ്രത്യേക ഒരെണ്ണത്തിന് മാത്രം പ്രോപ്പറായിട്ട്, ഒരു കൃത്യമായിട്ട് ഒരെണ്ണത്തിന് ഉദ്ദേശിച്ച് പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഇനി കോമൺ നൗണിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്? കോമൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സിംഗിൾ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒന്നിലധികമായിട്ട് പ്ലൂറലായിട്ടും പറയാം അല്ലേ? മനസ്സിലായോ? എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് യുവർ നെയിമിൽ നമ്മള് നെയിം പഠിച്ചു അല്ലേ? നെയിം എന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ നെയിമാ? ഏത് നെയിമാണെങ്കിലും എല്ലാ നെയിമിനും കൂടെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് നൗൺ. നൗണിൽ നമ്മൾ ഏതൊക്കെ നൗണാ പഠിച്ചേ? കോമൺ ആയിട്ട് പറയുന്ന നൗൺ, പൊതുവായിട്ട്, ഒരു വിഭാഗത്തിന് പൊതുവായിട്ട് പറയുന്ന നൗണാണ് കോമൺ നൗൺ. പിന്നെ ഒരു പ്രത്യേക ഒരാളെ അല്ലെങ്കിൽ പ്രത്യേക ഒരു സാധനത്തിന് മാത്രം ഉദ്ദേശിച്ച് പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. പക്ഷെ നമ്മൾ ഈ പ്രോപ്പർ നൗൺ എഴുതിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒരാളുടെ പേര് അരുൺ. ഇതിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? ഒരു സ്ഥലത്തിന്റെ പേര് പുൽപ്പള്ളി, വയനാട്. ഇതിന്റെ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാൻ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിലെ തുടങ്ങാവൂ. കാരണം ഒരാളെ, ഒരു സാധനത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അത് എഴുതുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിനു മുമ്പിൽ എ വേണോ? ഒന്നിനെ മാത്രം. എന്റെ ആവശ്യമില്ല. എ അരുൺ, എ പുൽപ്പള്ളി ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടോ? പിന്നെ അരുൺസ് പ്ലൂറലാക്കി എഴുതണോ? ഒന്നിനെ മാത്രം നമ്മൾ ഉദ്ദേശിച്ചല്ലേ പറയുന്നേ. അതുകൊണ്ട് എയും ആനും എസും ഒന്നും പ്രോപ്പർ നൗണിന്റെ കൂടുതല് നമുക്ക് വേണ്ട. പ്രോപ്പർ നൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇന്ന് മതിയാക്കിയാലോ? കുറച്ച് സമയം